ഏകദേശം 70 വർഷമായി 1956 മുതൽ ഇംഗ്ലീഷിൽ കേരള എന്ന പേരിലാണ് സംസ്ഥാനം അറിയപ്പെടുന്നത്. ഇപ്പോൾ അത് കേരളം ആക്കാനുള്ള നീക്കം പുരോഗമിക്കുന്നു. മലയാളികൾ സ്വന്തം ഭാഷയിൽ വിളിക്കുന്ന പേരുമായി ഒത്തുചേരാൻ 2024 ആകെ 140 എം.എൽ.എമാരും ഒരുമിച്ച് പ്രമേയത്തെ പിന്തുണച്ചു. കേന്ദ്രമന്ത്രിസഭയും അംഗീകാരം നൽകി. പക്ഷേ ഇത് ഒരു കീബോർഡ് തിരുത്തൽ മാത്രമല്ല. ഭാരത ഭരണഘടനയിലെ ആർട്ടിക്കിൾ 3 പ്രകാരം പാർലമെന്റിന്റെ അംഗീകാരം നിർബന്ധമാണ്. അതിനുശേഷം ഗസറ്റ് വിജ്ഞാപനങ്ങൾ, നിയമഭേദഗതികൾ, ഔദ്യോഗിക രേഖകളിലെ തിരുത്തലുകൾ, സർക്കാർ വകുപ്പുകളുടെ മുദ്രകളും ലോഗോകളും, വെബ്സൈറ്റുകൾ, ലാൻഡ് റെക്കോർഡുകൾ, കോടതി രേഖകൾ, നികുതി രജിസ്ട്രേഷനുകൾ, പാസ്പോർട്ടുകൾ, റെയിൽവേ ബോർഡുകൾ, സർവകലാശാല സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെ 1000-ത്തിലധികം സർക്കാർ ഓഫീസുകളിലെ സൈൻബോർഡുകൾ വരെ പുതുക്കേണ്ടിവരും. അസൗകര്യകരമായ കണക്ക് ഇതാണ്. ഒരു കൂടി ചേർക്കുന്നത് തന്നെ നൂറുകണക്കിന് കോടി രൂപയുടെ ചെലവായി മാറാൻ സാധ്യതയുണ്ട്. പുതിയ ബോർഡുകൾ, പുതിയ സ്റ്റേഷനറി, ഡിജിറ്റൽ ഡാറ്റാബേസുകളുടെ പുതുക്കൽ, സർക്കാർ സ്ഥാപനങ്ങളുടെ റീബ്രാൻഡിംഗ്. അപ്പോൾ ചോദ്യങ്ങൾ: ഈ ഭാഷാപരമായ തിരുത്തലിന്റെ സാമ്പത്തിക ഭാരം ആരുടെ മേൽ വരും? പൊതുധനം ചെലവഴിക്കുന്നത് ഈ സമയത്ത് അത്യാവശ്യമാണോ? എല്ലാ രേഖകളും പുതുക്കാൻ എത്ര വർഷം വേണ്ടിവരും? സാമ്പത്തിക സമ്മർദ്ദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് മുൻഗണനയായിരിക്കണോ? സ്വത്വത്തിനായി നൂറുകണക്കിന് കോടികൾ ചെലവിടുന്നത് ന്യായമാണോ? ഇത് വെറും അക്ഷരഭേദമോ? അല്ലെങ്കിൽ സാംസ്കാരിക സ്വയംഭരണത്തിന്റെ പ്രഖ്യാപനമോ? ഒരു അക്ഷരത്തിന് നൂറുകണക്കിന് കോടി രൂപയുടെ വില വരുമ്പോൾ ചർച്ച സ്പെല്ലിങ്ങിനെക്കുറിച്ചല്ല, മുൻഗണനകളെക്കുറിച്ചാണ്.